ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. صدق الله العلي العظيم. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ വേണ്ടി നിയത്ത് ചെയ്തവരായിരുന്നു ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും. എന്നാൽ ഈ നിയത്ത് ചെയ്ത് മുന്നോട്ട് വന്ന എല്ലാവർക്കും പോകാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. അതേസമയം പോകാൻ കഴിയുകയില്ല എന്ന് തീർത്ത് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ചിലരുടേതൊക്കെ ശരിയായിട്ടുണ്ട്, അല്ലാത്തവരുടേത് ഈ വർഷം പോകാൻ കഴിയുകയില്ല എന്ന് തീർത്ത് പറയാൻ ആയിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേ ആ കാര്യം വ്യക്തമാകുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി നേർക്കുനേരെ ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയോടൊപ്പം 1400ഓളം വരുന്ന സ്വഹാബികളും പരിശുദ്ധ മക്കയിൽ പോയി ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉംറ കർമ്മം നിർവഹിക്കാൻ പുറപ്പെട്ടത്. നാം പോകാൻ നിയത്ത് ചെയ്തു, രജിസ്റ്റർ ചെയ്തു. അതിലപ്പുറം നാം ആ പുണ്യഭൂമിയിൽ എത്തിയിട്ടില്ല. നാം മീഖാത്തിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല, ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുമില്ല എന്നല്ല, അതൊന്നും ഒരുക്കിയിട്ട് തന്നെയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1400ഓളം വരുന്ന സ്വഹാബികളും മദീനക്കാരുടെ മീഖാത്തായ ദുൽ ഹുലൈഫയിൽ പോയി ഇഹ്റാമിൽ പ്രവേശിച്ച് 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്തു. ഒരാഴ്ചത്തെ വഴിദൂരമുണ്ട് മദീനയിൽ നിന്ന് മക്കയിലെത്താൻ. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഒരാഴ്ചയോളം യാത്ര ചെയ്ത് പരിശുദ്ധ മക്കയുടെ സമീപത്തെത്തി. ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ദൂരെയുള്ളൂ. അവിടെ വെച്ച് അവരുടെ ആ പരിശുദ്ധ ഉംറ യാത്ര തടയപ്പെട്ടു. ഖുറൈശികൾ തടഞ്ഞു, ചെല്ലാൻ അനുവദിച്ചില്ല. വലിയ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ചരിത്ര പ്രസിദ്ധമായ സംഭവമാണത്. ഹിജ്റ 6-ാം വർഷമാണ് ഈ സംഗതി. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹ് എന്ന ഒരു അധ്യായം തന്നെ അവതരിക്കാൻ കാരണമായത് ഈ നബിയുടെയും സ്വഹാബികളുടെയും ഈ ഉംറ യാത്രയെ തുടർന്നാണ്. അങ്ങനെ
ആ ഉംറ നിർവഹിക്കാൻ കഴിയാതെ അവർ വഴിയിൽ വെച്ച് ഉംറയിൽ നിന്ന് തഹല്ലുലായി തല മുണ്ഡനം ചെയ്ത് ബലിയറുത്ത്, കാരണം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കർമ്മം നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ ബലിയറുക്കണം, അതിന്റെ കഫാറത്തി എന്ന നിലയ്ക്ക്. അങ്ങനെ മക്കയുടെ 15 കിലോമീറ്റർ ദൂരെയുള്ള ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ബലിയറുത്ത് തല മുണ്ഡനം ചെയ്ത് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ആര്? അഷ്റഫുൽ ഖൽഖായ ഖാതമുൻ നബിയീനായ അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിന്റെ അടിസ്ഥാനത്തിൽ ഉംറയ്ക്ക് പുറപ്പെട്ട ഇടത്ത് നിന്ന് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അതിവിശിഷ്ടരായ സ്വഹാബികൾ ഉൾപ്പെടെയുള്ള 1400 വരുന്ന സഹാബികളോടൊപ്പം ഉംറ നിർവഹിക്കാൻ കഴിയാതെ തിരിച്ചു പോന്നു. അപ്പോൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി നിയ്യത്ത് ചെയ്ത് മുന്നോട്ട് വന്നു. ഈവൻ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞ ശേഷം അത് നിർവഹിക്കാൻ കഴിയാതെ വരിക എന്നത് ഒരു പുത്തരിയല്ല. സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. പിറ്റേ വർഷമാണ് ആ ഉംറ അവർ നിർവഹിച്ചത്. ഹിജറ 6-ാം വർഷം ഉംറക്ക് പുറപ്പെട്ടു, സാധിച്ചില്ല, മടങ്ങിപ്പോന്നു. ഹിജറ 7-ാം വർഷമാണ് ആ ഉംറ നിർവഹിച്ചത്. അതുകൊണ്ടാണ് ആ ഉംറക്ക് ഉംറത്തുൽ ഖളാ എന്ന് പേര് വന്നത്. കഴിഞ്ഞ വർഷം നടക്കേണ്ടിയിരുന്നതാണ്, പിന്നീട് അത് ഖളാ വീട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. ഇനി അങ്ങനെ ഏതാനും ദിവസം കൊണ്ട് അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചാൽ തന്നെ അതിലൊട്ടും കുണ്ഠിതപ്പെടേണ്ടതില്ല, ഒട്ടും വേദനിക്കേണ്ടതില്ല. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സമാധാനിക്കുക. നബിയും സഹാബത്തും ചെയ്തതുപോലെ പിറ്റേ വർഷം പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുക എന്നാണ് ആദ്യമായി ഇവിടെ പറയാൻ ഉള്ളത്. ഇനി നാം 15 ദിവസങ്ങൾക്ക് മുൻപ് ഹജ്ജ് ക്ലാസ് തുടങ്ങി വെച്ചതാണ്. അന്ന് നാം ഹജ്ജ് സംബന്ധമായി വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന ആ പ്രമാണങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പുണ്യം, ഇതൊക്കെയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെയാണ് നാം എത്തിയത്. അവിടെ നിന്ന് അങ്ങോട്ട് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ആദ്യമായി ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹജ്ജ് കർമ്മം ഇസ്ലാമിന്റെ അടിസ്ഥാന തൂണുകളായ മറ്റ് ഇബാദത്തുകളെ അപേക്ഷിച്ച് കൂടുതൽ ക്ലേശവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്, സാമ്പത്തികമായ ചെലവിന് പുറമെ. ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ചില മാനസികമായ മുറുമുറുപ്പും അതുപോലെയുള്ള ചില ചിന്തകളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണരാൻ സാധ്യതയുണ്ട്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ക്ലേശം സഹിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത് നിർബന്ധമാക്കിയത്? നമ്മുടെ പതിവ് ക്രമങ്ങൾ, ദിനചര്യകൾ, ഇതെല്ലാം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കും. നാം പതിവായി ഉറങ്ങുന്നത് പോലെ നമുക്ക് സുഷുപ്തി ലഭിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെയൊക്കെ ഷെഡ്യൂളുകളിൽ മാറ്റം വരും. നമ്മുടെ ഭക്ഷണത്തിന്റെ സമയത്തിൽ പലപ്പോഴും നേരത്തിന് കൃത്യമായി ആഹാരം കഴിക്കാൻ സാധിച്ചില്ലെന്ന് വരും.
ശാരീരികമായി ഒരുപാട് അധ്വാനങ്ങളും ക്ലേശങ്ങളും സഹിക്കേണ്ട കർമ്മങ്ങൾ ഈ ഹജ്ജിനിടയിൽ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത, അത് ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്ന് ഉണർത്താൻ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. അതായത്, നമുക്കറിയാം, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്, ഇവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നാൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാതാപിതാക്കൾ ഏതറ്റം വരെയും ക്ലേശം സഹിക്കാൻ തയ്യാറാകും. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര സാമ്പത്തികമായി ചെലവഴിക്കേണ്ടി വന്നാലും അതിന് അവർ സന്നദ്ധരാകും. അവർക്ക് രോഗം ബാധിച്ചാൽ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവുമെല്ലാം ഒഴിച്ചുകൊണ്ട് ആശുപത്രിയിലെ എല്ലാവിധ അസൗകര്യങ്ങൾക്കും നടുവിൽ അവർ ഊണും ഉറക്കവുമില്ലാതെ ഈ മക്കൾക്ക് വേണ്ടി അവർ ക്ലേശിക്കും. എന്നാൽ അതിൻ്റെ ഒന്നും പേരിൽ അവർക്ക് മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ആരോടും അതിൻ്റെ പേരിൽ പിറുപിറുക്കുകയില്ല. എത്ര തന്നെ ലക്ഷോപലക്ഷം സ്വന്തം സമ്പാദ്യത്തിന്റെ നല്ലൊരു ശതമാനം തന്നെ ചെലവഴിക്കേണ്ടി വന്നാലും അതിൻ്റെ പേരിൽ അവർ പരിഭവപ്പെടുകയില്ല. ഇത് നേരെ തിരിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് രോഗമാകുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കുന്നത് കാണുമ്പോൾ നാം അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും പേരിൽ ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളോ, മാതാപിതാക്കൾക്ക് വേണ്ടി ക്ലേശം സഹിക്കുന്ന മക്കളോ അതിൻ്റെ പേരിൽ പരിഭവിക്കാറില്ല. ഒരു മനപ്രയാസം പോലും അവർക്കതിൽ ഉണ്ടാകുകയില്ല. എന്താണ് കാരണം? ഇതിപ്പോഴെ മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ഉദാഹരണാർത്ഥം പറഞ്ഞതാണ്. കാരണം ഈ മാതാപിതാക്കൾ മക്കളെ അതിരറ്റ് സ്നേഹിക്കുന്നു, മക്കൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. ഇനി വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് കരുതുക. രണ്ട് യുവാക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഭാവി വധുവിന് വേണ്ടി ആ പുരുഷൻ, ആ യുവാവ് സഹിക്കുന്ന പ്രയാസം എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ അയാൾ തയ്യാറാണ്. നേരെ തിരിച്ചു നമ്മുടെ മുൻപിലൊക്കെ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ ധനവ്യയത്തിന്റെയോ ക്ലേശങ്ങളുടെയോ പേരിൽ ആർക്കും ഒരലോസരവും ഉണ്ടാവുകയില്ല. അങ്ങേയറ്റത്തെ മനസ്സോടുകൂടി ആത്മാർത്ഥമായാണ് ഇതൊക്കെ സഹിക്കാൻ അവർ തയ്യാറാകുക. എന്താണ് കാര്യം? തങ്ങളുടെ പ്രേമഭാജനമാകുന്നു, തങ്ങൾ അങ്ങേയറ്റം അതിരറ്റ് സ്നേഹിക്കുന്നവരാകുന്നു ഇവർ. മനുഷ്യന്റെ പ്രകൃതി തന്നെ തൻ്റെ ജീവിതത്തിന് ഏറ്റവും സംഭാവന അർപ്പിക്കുന്ന, തൻ്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ചെയ്യുന്ന, തൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ ആരാണോ അവരെ ആയിരിക്കും മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെയും, മക്കൾ മാതാപിതാക്കളെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും ഒക്കെ ഈ രൂപത്തിൽ സ്നേഹിക്കുന്നത്. എന്നാൽ ഇതേ മാനദണ്ഡപ്രകാരം നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, അഥവാ മനുഷ്യൻ അല്ല, സൃഷ്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഇതാണ് ചോദ്യം. നമുക്കുത്തരം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ്.
നേരത്തെ പറഞ്ഞ അതേ മാനദണ്ഡ പ്രകാരം നമുക്ക് മക്കളോട് അതിരറ്റ സ്നേഹമാണ്. എത്ര ക്ലേശവും സഹിക്കും അവർക്ക് വേണ്ടി, എത്ര ധനവും ചെലവഴിക്കും. ശരി, ഈ മക്കളെ നമുക്ക് നൽകിയത് ആരാണ്? മാതാപിതാക്കളോട് നമുക്ക് അതിരറ്റ സ്നേഹമാണ്, എത്ര ക്ലേശവും നാം സഹിക്കും. ഈ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മെ പെറ്റുപോറ്റി നൊന്ത് പ്രസവിച്ച് പരിപാലിച്ച് വളർത്തിയവരാണ്. ഇതാണ് അവരോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഈ പ്രസവിച്ച് വീഴുമ്പോൾ കരയാനല്ലാതെ ഒന്നിനും കഴിയാതിരുന്ന ഈ കുഞ്ഞിനോട് അങ്ങേയറ്റത്തെ സ്നേഹവും വാത്സല്യവും ഹൃദയത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ പരിപാലിച്ച് പരിലാളിച്ച് മുല കൊടുത്ത് വളർത്താൻ ഈ മാതാപിതാക്കൾക്ക് തോന്നിച്ച, അവരുടെ ഹൃദയത്തിൽ ഈ അലിവും കലിവും ദയയും എല്ലാം നിക്ഷേപിച്ചു കൊടുത്തത് ആരാണ്? ആരാണ് മാതാപിതാക്കളെ നൽകിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പ്രസവിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത അമ്മമാരുണ്ട്, എന്നല്ല ആ കുഞ്ഞുങ്ങളെ തിന്നുന്ന അമ്മമാരുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ. എന്നാൽ മനുഷ്യന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ഹൃദയത്തിൽ അലിവും കലിവും സഹതാപവും അനുതാപവും റഹ്മത്തുമെല്ലാം അല്ലാഹു തആല നിറച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ മനുഷ്യ സമൂഹം ലോകത്ത് നിലനിൽക്കുമായിരുന്നോ? ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞ് എങ്ങനെ ഒരു ശിശുവായി വലുതാകും? അപ്പോൾ നാം മക്കളെ സ്നേഹിക്കുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഇനി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്ന കാര്യം. هو الذي خلق لكم من أزواج أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈണകളെ സൃഷ്ടിച്ചു തന്നത്. എന്നിട്ടോ വജഅല ബൈനകും മവദ്ദതൻ, നിങ്ങൾക്കിടയിൽ, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ, ഇണകൾക്കിടയിൽ അവൻ മവദ്ദത്ത് ഉണ്ടാക്കി, പ്രേമം, അനുരാഗം. വറഹ്മ, തീർന്നില്ല. ഈ പ്രേമവും അനുരാഗവും ഒക്കെ വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിലാണ് ഉണ്ടാകുക. അഥവാ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഈ മവദ്ദത്താണ്. തുടക്കത്തിൽ അവനിലുണ്ടാകുന്നത് ഈ മവദ്ദത്താണ്. ഈ മവദ്ദത്തിലൂടെ ദമ്പതികൾ ജീവിക്കുമ്പോൾ അവരിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഈ മാതാപിതാക്കന്മാർക്ക് പിന്നീട് പ്രായമാകുന്നു. വറഹ്മ, പിന്നീട് അവിടെ മവദ്ദത്തിനല്ല സ്ഥാനം, റഹ്മത്താണ്, പരസ്പരമുള്ള കാരുണ്യം. യുവദമ്പതികളെക്കാൾ 60, 65, 70 ഒക്കെ പ്രായമായ ദമ്പതികൾക്കാണ് ഒരു മണിക്കൂർ സമയം പോലും, ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാക്കുകയും എപ്പോഴും കാണണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണ് കാരണം? ഇവിടെ മവദ്ദത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു തആല റഹ്മത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും എനിക്കറിയാം. അവരുടെ ഭാര്യമാരുടെ താല്പര്യപ്രകാരം നല്ല ജോലിയും ആനുകൂല്യങ്ങളും ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്തവരാണ് അവർ. ആ മവദ്ദത്തിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. അന്ന് അവർ ഗൾഫിൽ ജീവിച്ചിരുന്നു. എനിക്കറിയാം, ഓരോരുത്തരെയും അറിയാം. ഈ റഹ്മത്തും മവദ്ദത്തും ഒക്കെ ദമ്പതികൾക്കിടയിൽ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തതാണ്. ശരി, ഈ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അതിലേറ്റ് സ്നേഹിക്കുന്നു, എത്ര ക്ലേശം സഹിക്കാനും തയ്യാറാണ്. സ്വന്തം സമ്പാദ്യം മുഴുവൻ, ഒരു പക്ഷേ ഇരിക്കൂര പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇണയെ ശുശ്രൂഷിക്കാൻ ഭർത്താവ് തയ്യാറാണ്, ഭാര്യയും തയ്യാറാണ്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ തയ്യാറാണ്, മാതാപിതാക്കളുടെ കാര്യത്തിൽ മക്കൾ തയ്യാറാണ്. എന്നാൽ ഇവരെ എല്ലാവരെയും നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെയൊക്കെ ഹൃദയത്തിൽ ഈ സ്നേഹവും കാരുണ്യവും റഹ്മത്തും നിറച്ചു കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയാണ്. അത് ഒരു ആധര വ്യായാമമാകാൻ പാടില്ല. ഈ പറഞ്ഞ മക്കളുടെയും മാതാപിതാക്കളുടെയും മറ്റും വിഷയത്തിൽ ആരും അധര വ്യായാമം നടത്തുകയല്ല. ശരിക്ക് പ്രായോഗിക ജീവിതത്തിൽ തന്നെ ആ സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. എന്നാൽ റബ്ബുൽ ഇസ്സത്തായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ സ്നേഹം അത് കേവലം അധരമ വ്യായാമമാവാൻ പാടില്ല. നമ്മൾ പ്രാക്ടിക്കലായി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ധനം കൊണ്ടും നാം അത് ചെയ്ത് കാണിക്കണം. അതിനുള്ള ഒരവസരമാകുന്നു പരിശുദ്ധ ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് കർമ്മത്തിൽ തീർച്ചയായും ക്ലേശങ്ങൾ സഹിക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിശപ്പ് എല്ലാം സഹിക്കേണ്ടി വരും. അതെല്ലാം സഹിക്കുമ്പോഴും താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ്, അതിന് വേണ്ടിയാണ് ഞാൻ ഇത് നിർവഹിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, മക്കൾക്ക് വേണ്ടി ക്ലേശം സഹിക്കുമ്പോൾ ഒരിക്കലും മനസ്സിൽ ഒരു നൊമ്പരവുമില്ലാത്ത നാം ഈ അല്ലാഹുവിന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്കൊരിക്കലും നൊമ്പരമുണ്ടാവുകയില്ല, മനപ്രയാസം ഉണ്ടാവുകയില്ല. മറിച്ച് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ അല്ലാഹു തആല എനിക്ക് ഉദവിയെ നൽകിയല്ലോ എന്ന സന്തോഷമാണ് ഉണ്ടാകുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ജീവിതത്തിലൂടെ മാതൃക കാണിച്ച ആ കർമ്മങ്ങളുടെ, ആ ജീവിതത്തിന്റെ ആവർത്തനമാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നാം ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്നത് മുതൽ അല്ല, പുറപ്പെടാൻ തീരുമാനിച്ചത് മുതൽ നാം പലതും അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഹജ്ജിന് രജിസ്റ്റർ ചെയ്ത് പണമടച്ച് കാത്തിരിക്കുന്നവർ അനുഭവിക്കുന്നതൊക്കെ തന്നെ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ക്ലേശങ്ങളാണ്, പ്രയാസങ്ങളാണ്. അതിലൊരിക്കലും മനോവേദന അനുഭവിക്കേണ്ടതില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഞാൻ അതിരറ്റ് സ്നേഹിക്കേണ്ട അല്ലാഹുവിന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. അതിനാണ് ഞാൻ ധനം ചെലവഴിച്ചത്. അതിന്റെ പേരിൽ ഞാൻ അത്ര ലക്ഷം കൊടുത്തു, ഇത്ര ലക്ഷം ചെലവാക്കി എന്നൊരിക്കലും മനപ്രയാസം കരുതാൻ പാടില്ല. ആ പുണ്യകർമ്മം ഞാൻ നിർവഹിക്കും, എത്ര തന്നെ ക്ലേശം സഹിച്ചാലും, എത്ര തന്നെ കാത്തിരുന്നാലും എന്ന നിയ്യത്തോടു കൂടി അല്ലാഹുവിനോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരത്തിന് വേണ്ടി കാതോർത്തുകൊണ്ട് അതിന്റെ പരിശ്രമ മാർഗത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ആദ്യമായി പറയാനുള്ളത്. നാം കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് വരെയാണ് എത്തിയത്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചൊല്ലാനുള്ള ദിക്റ് നാം പറയുകയുണ്ടായി. അത് ഹജ്ജിന് പോകുമ്പോൾ മാത്രമുള്ള ദിക്റല്ല. നാം തൊട്ട ബക്കാലയിലേക്ക്, തൊട്ട ഷോപ്പിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പോവുകയാണെങ്കിലും, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോവുകയാണെങ്കിലും, എന്ത് കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ചൊല്ലാനുള്ള ദിക്റാണ്. പക്ഷെ ഹജ്ജിന് പോകുമ്പോൾ ആ ദിക്ർ മുതൽ തുടങ്ങാൻ കാര്യം
പരിശുദ്ധ ഹജ്ജ് കർമ്മം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്, ഓർക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ ഓർക്കാനുള്ളതാകുന്ന ദിക്റുകൾ അത്രയും, ദുആകൾ അത്രയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് ദിക്ർ എന്നാണ്. അറഫയിൽ ഒരുമിച്ച് കൂടൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, മീനായിൽ തങ്ങൽ, എല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടിയാകുന്നു. തവാഫ്, സഅയ് എല്ലാം ദിക്ർ ചെയ്യാൻ വേണ്ടിയാകും. അപ്പോൾ വലിയ ഒരു ദിക്റിലേക്ക് നാം പുറപ്പെടുമ്പോൾ അതിന്റെ തുടക്കം മുതൽ തന്നെ ദിക്റിൽ ആയിരിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിനുള്ള ശുക്രിലും ആയി തീരാനുള്ള ഒരു പരിശീലനവും കൂടിയാകുന്നു നമസ്കാരം, നോമ്പ്, ഹജ്ജ് മുതലായ ഇബാദത്തുകളെല്ലാം തന്നെ. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഹജ്ജ് കഴിഞ്ഞു വന്നാൽ അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുക? സ്വയം എങ്ങനെ ബോധ്യപ്പെടും? മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജിന് പോകുന്നതിന് മുൻപുള്ള അയാളുടെ ജീവിതത്തിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞു വന്നാലുള്ള ജീവിതത്തിൽ കാര്യമായ മാറ്റം, പരിവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ ഹജ്ജ് കർമ്മത്തിന് ശേഷം ഓരോ ചലനങ്ങളിലും ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനായുള്ള ദുആകളിൽ വ്യാപൃതനായി ജീവിക്കുന്നുവെങ്കിൽ, ഹജ്ജിന് പോകുന്നതിനേക്കാൾ നല്ലൊരു അവസ്ഥയിലാണ് തുടർന്നുള്ള ജീവിതമെങ്കിൽ അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു. ഒരു നവജാത ശിശുവിനെ പോലെ നിഷ്കളങ്കനായി തിരിച്ചു വന്നു എന്നാകുന്നു അതിന്റെ അർത്ഥം എന്ന് വിശ്വാസം പറഞ്ഞു. അപ്പൊ അത് സാധിക്കണമെങ്കിൽ നാം സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ, തുടക്കം മുതൽ അള്ളാഹുവിന്റെ ദിക്റിൽ വ്യാപൃതരായിരിക്കണം. അത് ഹജ്ജ് കഴിഞ്ഞു വന്നാൽ അവസാനിപ്പിക്കുന്നതായിരിക്കരുത്, ജീവിതത്തിൽ ഉടനീളം തുടർന്നു കൊണ്ടിരിക്കുന്നതായിരിക്കണം. നാം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഇറങ്ങി, നാം വാഹനത്തിൽ കയറി. അപ്പോൾ വാഹനത്തിൽ കയറിയാൽ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലുന്നു, അതൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. എന്നാലും ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും ഒക്കെ ഇതെല്ലാം മുഖേനയാണ് തുടങ്ങുന്നത് എന്നതുകൊണ്ട് നാമും അതേ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലുള്ള 13-14 ആയത്തുകളാണ് എന്നുകൂടി അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക. ഖുർആൻ ആയത്താകുന്നു വാഹനത്തിൽ കയറിയാൽ നാം ചൊല്ലുന്ന ഈ ദിക്ർ. അങ്ങനെ വാഹനത്തിൽ കയറി നാം യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ യാത്രക്കാരുടെ ദുആ ചൊല്ലിക്കൊണ്ടാണ് നാം യാത്ര ആരംഭിക്കേണ്ടത്. അതൊരു പക്ഷേ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള വാഹനത്തിൽ കയറി, അപ്പോൾ ഇത് ചൊല്ലാം. ഇനി വിമാനത്തിൽ കയറി, അപ്പോഴും ഇത് ചൊല്ലാം. അങ്ങനെ ഈ യാത്രയിൽ ഏതൊക്കെ വാഹനത്തിൽ കയറുന്നുവോ അപ്പോഴൊക്കെ ഇത് ചൊല്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു. പിന്നീട് ഈ വാഹനത്തിൽ കയറിയാൽ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലുന്നു. കാരണം അത് ഉൾപ്പെടെയാണ് ഈ യാത്രക്കാരുടെ ദുആ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ, ഞങ്ങളിതാ ഈ യാത്രയിൽ എല്ലാവിധ പുണ്യവും തഖ്വയും നിന്നോട് ചോദിക്കുന്നു. വമിനൽ അമലി മാ തർദാ, നീ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, നാഥ, ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് നീ അനായാസകരമാക്കി തീർക്കുമാറാകണം. വത്ബി അന്നാ ബുഅദഹു, ഈ യാത്രാ ദൂരം ഞങ്ങൾക്ക് നീ കുറച്ചു തരണമേ. ഈ യാത്രാ ദൂരം കുറച്ചു തരിക എന്ന് പറയുമ്പോൾ കുവൈത്തിൽ നിന്ന്
ജിദ്ദയിലേക്കോ മദീനയിലേക്കോ വിമാനം കയറിയാൽ അത് 1500 കിലോമീറ്റർ ആണെങ്കിൽ ആ 1500 കിലോമീറ്റർ തന്നെ ഉണ്ടാവും. കിലോമീറ്റർ കുറയാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വിമാനമാർഗം പോകുന്നവർ 3000 കിലോമീറ്റർ ആണെങ്കിൽ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യും, ഇതാ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഈ വിമാനം ജിദ്ദയിൽ ഇറങ്ങാൻ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതൊക്കെ ശരിയായതോടൊപ്പം ഈ യാത്ര അതിന്റെ ദൂരം കുറച്ചു തരണമേ എന്ന് നാം ദുആ ചെയ്യുന്നു. എന്താണ് വിഷയം? ചില യാത്ര വലിയ ദൈർഘ്യമേറിയതൊന്നും ആവുകയില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അങ്ങേയറ്റത്തെ ക്ലേശവും പ്രയാസവും പിരിമുറുക്കവും ഒക്കെ ഉള്ളതായി തീർന്നേക്കാം. ഓരോ വിഷയത്തിന്റെയും ക്ലേശവും അതിൻ്റെ ലാളിത്യവും ആയാസരാഹിത്യവും ഒക്കെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, ചില ദിവസങ്ങൾ നമുക്ക് ദൈർഘ്യമേറിയതായി തോന്നും. ഇപ്പൊ ജോലിയുള്ള ദിവസം, കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കൂളുള്ള ദിവസം. എന്നാൽ വീക്കെൻഡാണ്, ജോലിയൊന്നുമില്ല, സമയം പെട്ടെന്ന് ഓടുന്നതായിട്ട് നമുക്ക് തോന്നും. യാത്രയും അതുപോലെ തന്നെയാണ്. ചില യാത്ര വളരെ ദീർഘമായിട്ട് നമുക്ക് അനുഭവപ്പെടും, അത് അങ്ങോട്ട് എത്തുന്നില്ലല്ലോ. എന്നാൽ ചില യാത്ര നാം പെട്ടെന്ന് എത്തിച്ചേരും, നമുക്ക് ആ യാത്രയുടെ ഒരു പ്രയാസവും അനുഭവപ്പെടുകയില്ല. അപ്പൊ ഇതൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നമ്മുടെ മനസ്സിൽ എത്ര ദീർഘമേറിയ യാത്രയാണെങ്കിൽ പോലും അത് വളരെ ചെറുതായി, വളരെ ലളിതമായി, അനായാസമായി അനുഭവപ്പെടും. ഇത് എല്ലാ രംഗത്തും കാണാൻ പറ്റും. മഹ്ശറ വൻസഭയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 50,000 സംവത്സരം ദൈർഘ്യമുള്ളതാണ്. പക്ഷെ അതേ മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾക്ക് ഒരു നമസ്കാരം പൂർത്തീകരിക്കുന്ന സമയമേ അനുഭവപ്പെടൂ എന്ന് വിശ്വാസം. അപ്പൊ നേരത്തിന്റെ കുഴപ്പമില്ല, ഇവിടെ മനസ്സിൻ്റെതാണ് വിഷയം. ഈ യാത്ര ഞങ്ങൾക്ക് നീ അനായാസകരമാക്കി തരണമേ. അല്ലാഹുവേ, നീയാകുന്നു ഞങ്ങളുടെ യാത്രയിലുള്ള കൂട്ടുകാരൻ. എത്രമേൽ അർത്ഥസമ്പുഷ്ടമാണ് എന്ന് നോക്കുക. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ എന്ന് മാത്രമല്ല, ഞങ്ങൾ മാത്രമേ യാത്ര പോകുന്നുള്ളൂ, ഞങ്ങൾ മാതാപിതാക്കൾ മാത്രമാണ് യാത്ര പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ബന്ധുമിത്രാഗതികൾ, അവരെല്ലാം ഇവിടെയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള പ്രതിനിധി നീയാകുന്നു, നീയാണ് അവരുടെ മേൽനോട്ടക്കാരൻ, നീയാകുന്നു അവരുടെ ഖലീഫ. അല്ലാഹുവേ, യാത്രയിലുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും, യാത്രാ സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. അതുപോലെ തന്നെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, മുഷിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ചില സംഗതികൾ നമുക്ക് ബാധിക്കുന്നതായിരിക്കില്ല, പക്ഷേ നമുക്ക് യാത്രയിൽ പല ദുരന്തങ്ങളും പല മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഗതികളും കാണേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅ്സാഇ സഫർ വകാബത്തിൽ മുൻദർ, ദുരന്ത കാഴ്ചകളിൽ നിന്നും ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാൽ, ധനത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ധനനഷ്ടമുണ്ടാക്കുന്ന എല്ലാറ്റിൽ നിന്നും നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. വൽ അഹ്ൽ, കുടുംബത്തിന്റെ വിഷയത്തിലും. നാം യാത്ര പുറപ്പെടുമ്പോൾ കുടുംബം സുരക്ഷിതരായിരിക്കും, ഒരു പ്രയാസം ഉണ്ടാവില്ല. നമ്മുടെ ധനം, നമ്മുടെ ജോലി എല്ലാം സെക്യൂർ ആയിരിക്കും. പക്ഷേ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നാം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ ഉറ്റവരെ, ഉടയവരെ എല്ലാവരെയും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് യാത്രയിൽ.
യാത്രക്കാരന്റെ ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദുആ നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള യാത്രകളിൽ തന്നെ ഒഴിച്ചുകൂടാൻ പാടില്ല. ഹജ്ജ് യാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിട്ടുപോകാത്ത രൂപത്തിൽ നിഷ്കർഷയോടുകൂടി ഇത് പാലിക്കണം. ഒരു അമീറിന്റെ നേതൃത്വത്തിൽ ഈ പുണ്യകർമ്മങ്ങൾക്ക് പോകണം. എല്ലാ യാത്രയും അമീറിന്റെ നേതൃത്വത്തിലാകണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് ഉംറ യാത്രകൾ അങ്ങനെയാവണം എന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈയക്തികമായി എല്ലാവർക്കും ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ടതും ചൊല്ലേണ്ടതും പറയേണ്ടതും ചിലപ്പോൾ ഓർമ്മ വന്നില്ല എന്ന് വരും, വിട്ടുപോയേക്കും. പക്ഷെ ഒരു അമീറിന്റെ നേതൃത്വത്തിലാകുമ്പോൾ ആ അമീറിന്റെ നിർദ്ദേശപ്രകാരം ഈ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായി നടന്നു പോകും. എന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ പ്രാധാന്യവും അതിൻ്റെയൊക്കെ ആശയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാകുമ്പോൾ നമുക്ക് ശരിയായ തഖ്വ നിർഭരമായ ഈ യാത്രയുടെയും കർമ്മങ്ങളുടെയും ഒക്കെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നാം യാത്ര പുറപ്പെട്ടു. സ്വാഭാവികമായി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം മദീനത്തേക്കായിരുന്നു യാത്ര. മദീന സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മക്കയിലേക്കുള്ള യാത്രാ വേളയിലാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെയല്ല, നേരിട്ട് മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ രൂപവും ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒരുപക്ഷെ ഈ ഇപ്പോൾ അവസരം ലഭിച്ചിട്ടില്ലാത്തവർക്ക് അവസരം ലഭിക്കുമ്പോൾ നേരത്തെയുള്ള അതേ ഷെഡ്യൂൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് രണ്ടും നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആദ്യമായി മദീനയിലേക്കാണ് പോകുന്നതെങ്കിൽ മദീന സന്ദർശനം കഴിഞ്ഞ് മദീനയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങളോടുകൂടി മക്കയിലേക്ക് പുറപ്പെടുന്നു. ബസ് മാർഗമാണ് പോകുക. അങ്ങനെയാണ് നമ്മുടെ സംഘം ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച മീഖാത്തുകളുണ്ട്. അത് നേർക്കുനേരെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഖ്യമായി 5 മീഖാത്തുകളാണുള്ളത്. അത് ഇന്ത്യയിൽ നിന്ന് നേരെ ഹജ്ജിന് പോവുകയാണെങ്കിൽ യലംലം എന്ന യമൻകാരുടെ മീഖാത്ത്. കഅബയ്ക്ക് 4 മൂലകളാണല്ലോ. അപ്പോൾ ഓരോ കഅബയുടെ തെക്ക് ഭാഗത്താണ് യമൻ സ്ഥിതി ചെയ്യുന്നത്, സൗദി അറേബ്യയുടെ. അപ്പോൾ ഈ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്താകുന്നു യലംലം. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഒക്കെ തന്നെ പരിശുദ്ധ കഅബയുടെ തെക്ക് ഭാഗത്താണുള്ളത്. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക ഈ രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവരുടെയൊക്കെ മീഖാത്ത് യലംലം ആണ്. പക്ഷേ അത് കരമാർഗം പോകുമ്പോഴാണ് ഈ യലംലം മീഖാത്തിൽ ടച്ച് ചെയ്യുക. നേരത്തെ ഹജ്ജിന് പോയിരുന്നത് കപ്പൽ മാർഗേണയാണ്. അപ്പോൾ ഈ യലംലം മീഖാത്തിന്റെ നേരെ എത്തിച്ചേരുമ്പോൾ കപ്പലിലെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യും, ആ കപ്പലിൽ ഹജ്ജിന് പോകുന്നവർ ഇഹ്റാമിൽ പ്രവേശിക്കും. ഇതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ വിമാനയാത്ര പോകുമ്പോൾ യലംലമിന്റെ മേലെയല്ല അത് പറക്കുന്നത് വിമാനം. അത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത് എന്ന് വെച്ചാൽ റിയാദിൽ നിന്നൊക്കെ കുവൈത്തിൽ നിന്നൊക്കെ വരുന്നവരുടെ മീഖാത്ത് ഖർനുൽ മനാസിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിന് സൈലുൽ കബീർ എന്നും പേരുണ്ട്. ബോർഡിൽ 2 പേരും കാണാം, ഖർനുൽ മനാസിൽ ബ്രാക്കറ്റിൽ സൈലുൽ കബീർ എന്ന് കാണാം. ഇതാണ് കഅബയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത്. ആ മീഖാത്ത് ഖർനുൽ മനാസിൽ അത് പരിശുദ്ധ മക്കയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരെയാണ്. തായിഫിന്റെ അടുത്താണുള്ളത്. തായിഫിന്റെ സമീപത്താണ് ഈ മീഖാത്ത് ഉള്ളത്.
നാം വിമാനമാർഗം പോകുമ്പോൾ അത് കുവൈത്തിൽ നിന്നായാലും റിയാദിൽ നിന്നായാലും ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന വിമാനങ്ങൾ ഈ ഖർനുൽ മനാസിൽ എന്ന മീഖാത്തിന് സമീപത്ത് കൂടി അതിന് മുകളിലൂടെയാണ് പറക്കുക. അപ്പോൾ ക്യാപ്റ്റന്മാർ അനൗൺസ് ചെയ്യും, പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന പിന്നെ വിമാനങ്ങളിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, ജിദ്ദയിലേക്ക് പോകുന്ന ഏത് വിമാനങ്ങളാണെങ്കിലും അതിൽ കുറച്ച് പേരെങ്കിലും ഉംറക്ക് പോകുന്നവരായിട്ട് ഇല്ലാതിരിക്കൂല. അതുകൊണ്ട് തന്നെ റെഗുലറായി എല്ലാ വിമാനങ്ങളിലും അത് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ചിട്ടാണ് വിമാനത്തിൽ കയറുക വിമാനം മുഖേന പോകുന്നവർ. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് പതിവ്. കാരണം ഈ സംഘങ്ങളൊക്കെ അങ്ങനെയാണ് അത് പരിശീലിപ്പിക്കുക, അങ്ങനെയാണ് പറയുക. അമീർമാരൊക്കെ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറയും, ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യും. അക്ബർ ട്രാവൽസ് പോലെയുള്ള ട്രാവൽസുകളാണെന്നുണ്ടെങ്കിൽ എയർപോർട്ടിന്റെ പരിസരത്ത് അവർക്ക് പ്രത്യേക ഹോട്ടലിന് സംവിധാനമുണ്ട്. അവിടെ നിന്ന് ഈ ഇതിനെക്കുറിച്ചൊക്കെ അമീർമാർ വിവരിച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോവുക. രണ്ടായാലും വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ വസ്ത്രത്തോടു കൂടി വേണം കയറാൻ. ഇഹ്റാമിൽ പ്രവേശിച്ച് കയറുകയാണ് നല്ലത്. കാരണം ഇവരങ്ങനെ നിഷ്കർഷിക്കാൻ കാര്യം, അഥവാ ഒരു പൈലറ്റ് അനൗൺസ് ചെയ്തില്ല എന്ന് സങ്കല്പിക്കുക. കാരണം ഈ അനൗൺസ് ചെയ്താൽ 10-15 മിനിറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ. അപ്പോ അഥവാ അനൗൺസ് ചെയ്തില്ലെങ്കിൽ ഇഹ്റാമിൽ അല്ലാതെ ഈ മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല. മീഖാത്തിന്റെ മുമ്പ് എവിടെ വെച്ചും ഇഹ്റാമിൽ പ്രവേശിക്കാം. പക്ഷെ വിഷയം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും എന്ന് മാത്രം. അതിപ്പോ വിമാനയാത്രയിലാകുമ്പോൾ വിഷയമൊന്നുമില്ല, ഏതാനും മണിക്കൂറേ. എന്നാൽ കരമാർഗവും കപ്പൽ മാർഗമൊക്കെ പോകുന്നവര് മീഖാത്തിൽ എത്തിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. കാരണം അതിന് മുമ്പ് ദിവസങ്ങളോളം ആഴ്ചകളോളമുള്ള യാത്ര ആവശ്യമാണ്. അപ്പൊ നേരത്തെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവർ മീഖാത്തിൽ നിന്നേ ഇഹ്റാമിൽ പ്രവേശിക്കുള്ളൂ. മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കാതെ വിട്ട് കടന്നാൽ പിന്നെ അതിന് ബലി നൽകണം എന്ന് മാത്രമല്ല, മീഖാത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയും വേണം. അപ്പൊ വിമാനമാർഗം ജിദ്ദയിലേക്ക് പോകുന്നവർ അഥവാ ഇഹ്റാമിൽ പ്രവേശിച്ചില്ല, അനൗൺസ് ചെയ്യാത്തത് കൊണ്ടോ മറ്റോ ഒക്കെ, ചിലപ്പോൾ ചിലർ ഉറങ്ങിപ്പോകും. വിമാനത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ പരിഹാരം എന്താന്ന് വെച്ചാല് ഈ കഫാറത്ത് ചെയ്യാൻ വേണം, വലിയ അർത്ഥം കൊടുക്കണം. കൂടാതെ ഖർനുൽ മനാസിലിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് പിന്നെ ഹജ്ജിനും ഉംറക്കും പോകാൻ പറ്റുമോ? അത് ഈ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഖർനുൽ മനാസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒക്കെ ധനച്ചെലവുള്ള കാര്യമാണ്. സ്വന്തം വാഹനം പിടിച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്താൽ മതി. എന്നാൽ മദീനയിലൂടെ പോകുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവർ മദീനയിൽ ചെന്ന് തങ്ങി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബസ് മാർഗം പുറപ്പെടുമ്പോൾ ഇഹ്റാമിനുള്ള ഒരുക്കത്തോടു കൂടി പോവുക. ഒരുക്കെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. നഖം, താടി, മീശ, ശാരീരികമായ ശുദ്ധീകരണം, ഇതെല്ലാം ചെയ്ത്, കുളിയല്ല ഉദ്ദേശിക്കുന്നത്, കുളി മീഖാത്തിൽ നിന്ന് ചെയ്യുക. എന്നാൽ ബാക്കിയുള്ളതെല്ലാം കൂടെ മീഖാത്തിൽ ചെന്നിട്ട് ചെയ്യാൻ നിന്നാൽ നടക്കൂല. പ്രത്യേകിച്ച് ഹജ്ജിന്റെ സീസണിൽ ഭയങ്കര തിരക്കായിരിക്കും. ഈവൻ കുളി പോലും താമസ സ്ഥലത്ത് നിന്ന് നിർവഹിച്ചിട്ട് പോവുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വരും കുളിയൊക്കെ നിർവഹിക്കണമെങ്കിൽ. അപ്പോ ഈ മീഖാത്താവട്ടെ, മദീനക്കാരുടെ മീഖാത്ത് മദീനയോട് അടുത്താണ്. അഥവാ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരം കൂടുതലുള്ള മീഖാത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മദീനക്കാരുടെ മീഖാത്താകും. മദീനക്കാരുടെ എന്ന് പറയുമ്പോൾ ആ ദിശയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും അതാണ് ബാധകമല്ല. സിറിയ, ജോർദാൻ, അവിടെ നിന്നൊക്കെ വരുന്നവര് ആ മീഖാത്താണ്, മദീനക്കാരുടെ മീഖാത്താണ്. ദുൽ ഹുലൈഫയാണ്, ദുൽ ഹുലൈഫ ആ മീഖാത്തിന്റെ പേര്. അപ്പോ മദീനയിൽ നിന്ന് ഇഹ്റാമിനുള്ള ഒരുക്കങ്ങളോടുകൂടി പുറപ്പെടുന്നു. അങ്ങനെ ദുൽ ഹുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണ്. അതിനവിടെ വിശാലമായ പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിസ്കരിച്ചാൽ മതി. സ്ത്രീകൾക്കും അവിടെ സൗകര്യങ്ങളുണ്ട്, കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടുന്ന് കുളിച്ചിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരാണ് ദൂരെ നിന്ന് വരുന്നവരൊക്കെ. ഇപ്പൊ ജോർദാൻ, സിറിയ, തുർക്കി മുതലായ രാജ്യങ്ങളിൽ നിന്നൊക്കെ റോഡ് മാർഗം വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ വന്ന് കുളിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ അവർ നിർബന്ധിതരാണ്. പക്ഷെ മദീനയിൽ നിന്ന് പുറപ്പെടുന്നവർക്ക് വേണ്ട, അതൊക്കെ താമസ സ്ഥലത്ത് നിന്ന് ചെയ്തിട്ട് വരികയാണ് നല്ലത്. എന്നിട്ട്
2 റക്അത്ത് നമസ്കരിക്കുന്നു. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന നിയ്യത്തോടു കൂടി. അങ്ങനെ പിന്നെ നേരത്തെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ്, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പിന്നെ അത്തറൊക്കെ ഉപയോഗിക്കാം, അത് സുന്നത്താണ്. സുഗന്ധം ഉപയോഗിക്കാം, അത് സുന്നത്താണ്. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ അതൊക്കെ നിഷിദ്ധമാണ്. അപ്പോ ഈ സുഗന്ധം ഉപയോഗിക്കലൊക്കെ ഇഹ്റാമിൽ ചെന്നിട്ടാക്കിയാൽ മതി, മദീനയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. എപ്പോഴാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? വാഹനത്തിൽ കയറുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് അങ്ങോട്ട് കയറിയിട്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. നമ്മൾ ബസ്സിൽ അങ്ങ് കയറുന്നു, എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഹജ്ജ് 3 വിധമുണ്ട്. 3 രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കും. 1 തമത്തുആയിട്ട്, 2 ഖിറാനായിട്ട്, 3 ഇഫ്രാദായിട്ട്. അപ്പൊ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തമത്തുആയിട്ടാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുക. തമത്തുആയിട്ട് നിർവഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉംറയുടെ ഇഹ്റാമിലാണ് പ്രവേശിക്കുക. മീഖാത്തിൽ നിന്ന് ഉംറയുടെ ഇഹ്റാം. അപ്പൊ അല്ലാഹുമ്മ ലബ്ബൈക ഉംറ എന്നാണ് ചൊല്ലുക. അത് ചൊല്ലണം. അതോടൊപ്പം മനസ്സിൽ നിയ്യത്തും വേണം, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നു എന്ന നിയ്യത്ത്. ഇതോടുകൂടി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ ഖിറാനായിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ, ഈ ഖിറാനും തമത്തും തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ മക്കയിൽ എത്തിച്ചേരുന്നവർ, നേരത്തെ എന്ന് പറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, ചിലർക്ക് മാസങ്ങൾക്ക് മുമ്പേ എത്തും. കാരണം 35 ദിവസത്തെ പാക്കേജാണ് ഗവൺമെന്റ് ഹജ്ജ് പാക്കേജൊക്കെ. ഈ പിന്നെ അക്ബർ ട്രാവൽസ് മുതലായ ഹജ്ജ് ഓപ്പറേറ്റർമാർ 35 ദിവസത്തെ പാക്കേജ് ഉണ്ട്. അപ്പൊ അതൊക്കെ എത്രയോ മുമ്പ്, ഹജ്ജിന്റെ 1 മാസം മുമ്പൊക്കെ അവിടെ എത്തും. അപ്പോ ഹജ്ജിനും ഉംറക്കും കൂടെയുള്ള ഇഹ്റാമിലേക്ക് പ്രവേശിക്കാനുള്ള അവസ്ഥ നോക്കി ഈ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എത്ര കാലം കഴിച്ചു കൂട്ടേണ്ടി വരും. ആ വസ്ത്രം മാത്രമല്ല, ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യവും ശ്രദ്ധിക്കേണ്ടി വരും. നഖമൊക്കെ കണ്ട് വലുതായിട്ട് എടുത്തുന്നറിയും, നഖം മുറിക്കാൻ പാടില്ല. അതുമാതിരി തന്നെ ശരീരത്തിലുള്ള ഒന്നും പിന്നെ കളയാനൊന്നും പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നേരത്തെ അവിടെ എത്തിച്ചേരുന്നവർ ഒരിക്കലും ഖിറാനായിട്ടുള്ള ഇഹ്റാമിൽ പ്രവേശിക്കൂല. ഖിറാൻ എന്ന് പറയുമ്പോൾ ഹജ്ജിനും ഉംറക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നെ അത് എപ്പോഴേ തഹല്ലുലാവുള്ളൂ എന്നറിയും. ആ ദുൽഹജ്ജ് പിന്നെ 13-ന് അയ്യാമു തശ്രീഖും കഴിഞ്ഞിട്ട് തഹല്ലുലാവുള്ളൂ. ഇനി ദുൽഹജ്ജ് 10-ന് ആദ്യത്തെ തഹല്ലുലാവലുണ്ട്. അന്ന് മുടി കളയാൻ, നഖം മുറിക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും ദുൽഹജ്ജ് 10-ന് അത് 1-ാമത്തെ തഹല്ലുലാണ്. പിന്നെ ഹജ്ജിന്റെ നിർബന്ധ തവാഫായ തവാഫുൽ ഇഫാദ നിർവഹിച്ചു കഴിയുമ്പോഴേ പൂർണ്ണമായി തഹല്ലുലാകുന്നു. അതാവട്ടെ ദുൽഹജ്ജ് 10-നൊന്നും നിർവഹിക്കാൻ അധിക പേർക്കും സാധിക്കില്ല. പ്രത്യേകിച്ച് ദമ്പതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയില്ല. ദുൽഹജ്ജ് 11-നോ 12-നോ 13-നോ അതിന് ശേഷം ഒക്കെ ആയിരിക്കും നിർവഹിക്കുക. ആ ദുൽഹജ്ജ് മാസത്തിൽ എപ്പോൾ നിർവഹിച്ചാലും മതി. അപ്പൊ താരതമ്യേന തിരക്ക് ഒഴിഞ്ഞിട്ട് പോകാനൊക്കെ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് തവാഫുൽ ഇഫാദ നിർവഹിക്കുള്ളൂ. അതുകൂടെ കഴിഞ്ഞാലേ പൂർണ്ണമായി തഹല്ലുലാകുള്ളൂ. അപ്പൊ ഈ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, ഈവൻ ഹജ്ജിന്റെ ഒരു 4-5 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ അവിടെ എത്തുന്നവർ പോലും അങ്ങനെ പ്രവേശിക്കാറില്ല. ഒക്കെ തമത്തുആയിട്ട് ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ചെയ്യുക. ഈ 3-ാമത്തേതൊന്ന് ഇഫ്രാദ് എന്നാണ്. ഇഫ്രാദ് എന്നത് പിന്നെ ഇപ്പൊ നമ്മള് ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിച്ചു. എന്നാൽ ഖിറാൻ എന്ന് പറയുമ്പോൾ ഉംറക്കും ഹജ്ജിനും കൂടെ ഉള്ള ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. ഇഫ്രാദ് എന്ന് പറയുമ്പോൾ ഹജ്ജിന്റെ മാത്രം ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, ഈ പറഞ്ഞ നമ്മൾ തമത്തുആയിട്ട്, അതാണിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പിന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് തമത്തുആയിട്ട് ഹജ്ജ് നിർവഹിക്കാനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ അധികം പേരും, നേരത്തെ എത്തുന്നവരൊക്കെ തമത്തുആയിട്ടാണ് നിർവഹിക്കുക. ഇനി തമത്തുആയിട്ട് നിർവഹിക്കുന്നവർ ചെന്നിട്ട് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ തഹല്ലുലാകും. പിന്നെ അവർ സാധാരണ പോലെയായി, സാധാരണ വസ്ത്രം ധരിക്കുന്നു, അവർക്ക് യാതൊരു നിഷ്കർഷങ്ങളും ഇല്ല. പിന്നീട് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ദുൽഹജ്ജ് 8 മുതലാണ് പിന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ മുതലേ അവർ ഇഹ്റാമിലേക്ക് രണ്ടാമത് വരുന്നു. എന്നാൽ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
അവര് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാലും തഹല്ലുലാകൂല. അപ്പോ അത് ഹജ്ജിന്റെ 1 2 ഒക്കെ ദിവസം മുമ്പ് അവിടെ മക്കയിൽ എത്തുന്നവർ ആണ് അധികം അങ്ങനെ പ്രവേശിക്കുക. ഞാന് ഹജ്ജിന് പോയത് 2022 നമ്മളൊക്കെ തമത്തുമായിട്ട് ഉംറ നിർവഹിച്ച് തഹല്ലുലായി. പിന്നെ ഒരാഴ്ചയിലധികം കഴിഞ്ഞിട്ടാണ് ഹജ്ജ്. പക്ഷേ നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരാൾ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങള് നോക്കണ്ട, ഞാൻ ഹിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആളാണ്. ഓക്കെ. അപ്പൊ മൂപ്പര് ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് ഈ ഹജ്ജ് കഴിയുന്നവരെ മൂപ്പര് കഴിഞ്ഞുകൂടിയത്. അതില് അങ്ങനെ ചെയ്യുന്നവർക്ക് വേറെ ചില ഉദ്ദേശങ്ങളും കൂടെ ഉണ്ട്. കാരണം തവാഫ് ചെയ്യാൻ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മാത്രമേ പ്രവേശിപ്പിക്കുള്ളൂ. അപ്പോ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചു. തമത്തുമായിട്ട് ഹജ്ജ് ചെയ്യുന്നവർ ഉംറന്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഉംറന്റെ തവാഫ് കഴിഞ്ഞു, തഹല്ലുലായാലും പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കൂലല്ലോ. പിന്നെ അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹജ്ജിന്റെ നിർബന്ധമായ തവാഫെ നിർവഹിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നവര് ഈ ഇഹ്റാമിൽ തന്നെ ആയതുകൊണ്ട് അവർ ഹറമിൽ പോകുമ്പോഴൊക്കെ അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളും കൂടി ഉണ്ടാവാം അങ്ങനെ ചെയ്യുന്നവര്. ആ വക പൊല്ലാപ്പിനൊന്നും പോണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഹജ്ജിന്റെ മുമ്പ് താമസ സൗകര്യം ഈവൻ ഡീലക്സ് പാക്കേജ് ആണെങ്കിൽ തന്നെ 4, 5, 8 കിലോമീറ്റർ ദൂരെയാണ്. ഹറമിലേക്ക് വന്നു പോകാൻ സാധിക്കൂല. വലിയ പ്രയാസ. ഞാനൊക്കെ ചാടിക്കടന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തവാഫ് ഞാൻ ചെയ്യൂല, ഈ ഇഹ്റാമിലല്ലാതെ ചെയ്യൂല. പക്ഷെ അവിടെ വന്ന് നിസ്കരിക്കാനൊക്കെ വേണ്ടി. അത് വലിയ ധനച്ചിലവുള്ള കാര്യമാണ്. ഒന്ന് വന്ന് പോക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ. ഈ കൊണ്ടുപോകുന്നവരൊന്നും അതിനൊന്നും ട്രാൻസ്പോർട്ടേഷൻ തരില്ല. ഈ കർമ്മങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ അവർ തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖിറാന്റെ ഇഹ്റാമിൽ അങ്ങ് പിന്നെ പ്രവേശിച്ചിട്ട് നമുക്ക് പിന്നെ ഹറമിൽ പോയിട്ട് തവാഫൊക്കെ ചെയ്യാലോ എന്ന് ചിന്തിക്കണ്ട. അത് ക്ഷിപ്രസാധ്യമല്ല. ഹറമിൽ നിന്ന് 7-8 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുക. ഓക്കെ. അപ്പോ തമത്തുആയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ് ഈ പറഞ്ഞ സംഘങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും. അതാണ് ഈ 3 രൂപങ്ങളിൽ കൂടുതൽ ശ്രേഷ്ഠം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് തൽബിയത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് സ്ത്രീകളെ പതുക്കെ ചെല്ലാവൂ. അവരുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ, ആണുങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ സ്ത്രീകൾ തൽബിയത്ത് ചൊല്ലാൻ പാടില്ല. ഈവൻ നമസ്കാരത്തില് സ്ത്രീകള് പുരുഷന്മാര് കേൾക്കാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഇമാമ് ഉറക്കം ഓതാൻ പാടില്ല. പക്ഷേ സ്ത്രീകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമാമിന് ഉറക്കം ഓതാം. ഈ തൽബിയത്തും ഉറക്കെ ചൊല്ലാൻ പാടില്ല. അതേ സമയത്ത് ആണുങ്ങൾ അത് ഉറക്കെ തന്നെ ചൊല്ലണം. അത് കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴൊക്കെ കൂടുതൽ ചൊല്ലണം, കൂടുതൽ ഉച്ചത്തിലാക്കണം എന്നൊക്കെ ഹദീസിലുണ്ട്. സ്വഹാബത്തൊക്കെ അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. ഇങ്ങനെ പരിശുദ്ധ മക്കയിൽ പ്രവേശിക്കുന്നു. ആദ്യം താമസ സ്ഥലത്തേക്കാണ് പോവുക. അവിടെ ബാഗേജ് ഒക്കെ വെച്ച് താമസ സ്ഥലത്ത് നിന്ന് പിന്നെ ഒന്നും കൂടെ കുളിക്കൽ സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മീഖാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ, പ്രത്യേകിച്ച് ഈ ദുൽഹുലൈഫയിൽ നിന്ന് ഒരാഴ്ചയിലധികം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചാലേ മക്കയിലെത്താൻ പറ്റുള്ളൂ. അപ്പോ മക്കയിൽ വന്നിട്ട് ഒന്നും കൂടെ കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചിരുന്നത്. സുന്നത്താണ്. നമ്മളിപ്പോൾ അത്രയൊന്നും ബസ്സിനെന്ന് പറഞ്ഞാൽ മിക്കവാറും 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. ഹജ്ജ് സമയത്താവുമ്പോൾ കൂടുതൽ സമയമെടുത്തുനിന്ന് വരും. അപ്പോൾ നേരത്തെ മദീനത്ത് നിന്നോ അല്ലെങ്കിൽ മീഖാത്തിൽ നിന്നോ കുളിച്ചിട്ട് 5-6 മണിക്കൂർ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ താമസ സ്ഥലത്ത് നിന്നൊന്നും കൂടെ കുളിക്കൽ സുന്നത്താണ്. കുളിച്ച് അങ്ങനെ ഒതു എടുക്കുന്നു. ഒതുവോട് കൂടിയാണ് ഹറമിലേക്ക് പുറപ്പെടേണ്ടത്. പലർക്കും അത് ഇതിൻ്റെ അടിയിൽ വിട്ടുപോകാറുണ്ട്. പിന്നെ അവിടെ ചെന്നാൽ സംഘത്തോടു കൂടി ഉംറ ചെയ്യാൻ ചെല്ലുമ്പോൾ ചിലരെ ഒതുർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഒതുർത്തി വരുന്നവരെ ഇവർ കാത്തു നിൽക്കണം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വിഷയത്തിലുണ്ടാവും. ഇതൊക്കെ സംഘമായിട്ട് പോകുമ്പോൾ ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അതിങ്ങനെ ഗൈഡൻസ് ലഭിച്ചുകൊണ്ടിരിക്കും. സംഘമല്ല, ഒരു അമീറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് പിന്നെ ഒന്നാമത് പലർക്കും പരിഭ്രമവും കാര്യമൊക്കെ ആവുമല്ലോ. അറിയുന്നവരിൽ തന്നെ അതൊക്കെ വിട്ടുപോകും. കൂട്ടായിട്ട് ചെയ്യുമ്പോഴേ ഇതൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുള്ളൂ ശരിക്കും. അങ്ങനെ കുളിച്ച് ഒന്ന് ഫ്രഷായി
പിന്നെ ഉംറ നിർവഹിക്കാൻ പോകുന്നു. ഈ ഉംറ നിർവഹിക്കാൻ വേണ്ടി ഹറമിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് സമയമൊക്കെ പരിഗണിക്കണം. കാരണം ചില ജമാഅത്തിന്റെ സമയത്ത് ആണെങ്കിൽ ചെന്ന് തവാഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇഖാമത്ത് കൊടുത്താൽ, പ്രത്യേകിച്ച് ദമ്പതികളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം ഇഖാമത്ത് കൊടുത്താൽ തവാഫ് സ്റ്റോപ്പ് ചെയ്യും. പെണ്ണുങ്ങളുടെ മുസല്ലയിലേക്ക് മാറ്റുവരെ. ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ആയിട്ട് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെ അവിടുന്ന് വേർപെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ജോയിൻ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ തവാഫിനിടയിൽ, സഈനിടയിൽ ഇഖാമത്ത് കൊടുക്കപ്പെടുന്ന അവസ്ഥയില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ഇതിന്റെ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റക്കൊരാൾ പോകാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കണ്ട. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാമത്ത് കൊടുത്ത് അവിടെ നിന്ന് നിസ്കരിച്ചു മൂപ്പരി പിന്നെ കഴിഞ്ഞിട്ട്. പക്ഷേ കൂട്ടമായി പോകുമ്പോൾ, പ്രത്യേകിച്ച് ദമ്പതികളാകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ആ ടൈമിംഗ് തിരഞ്ഞെടുക്കാൻ. ആ സമയത്ത് പോയാൽ മതി. താമസസ്ഥലത്ത് എന്നിട്ട് വിശ്രമിക്കുന്നു, കുളിച്ച് റെഡിയായി വിശ്രമിക്കുന്നു. എപ്പോഴാണ് ഈ പറഞ്ഞ സമയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഉംറ നിർവഹിക്കാൻ പോകുന്നതെങ്കിൽ ആ സമയത്ത് ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നു. ഇത്രയുള്ള ഇതിന്റെ കാര്യം. ഇങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നമ്മൾ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ഇതാണ് ഇപ്പോൾ പ്രാർത്ഥന അവസാനത്തേത്. അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ഇതെല്ലാം ചൊല്ലാൻ പ്രയാസമുള്ളവര് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലിയാൽ മതി. ഇതാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ. അത് ചൊല്ലിയാൽ മതി. ഇനിയിപ്പോൾ അത് മുഴുവൻ ചൊല്ലാൻ കഴിയുന്നവര് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഈ വാതിൽ കടന്ന് കുറച്ചാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് പരിശുദ്ധ കഅബ നമ്മുടെ കണ്ണിൽ പെടുക. ഈ കഅബ കണ്ണിൽ പെടുന്നത് വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധ കഅബ ഷരീഫ് കണ്ണിൽ കാണുന്നതോടുകൂടി തൽബിയത്ത് അവസാനിപ്പിക്കുന്നു. ഇനി കഅബ കാണുമ്പോൾ ചൊല്ലാനുള്ള ദിക്റുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹു തആല ഉംറ കർമ്മത്തിന്റെ പൂർത്തീകരണവും ഹജ്ജ് കർമ്മവും നമ്മൾ വേറെ ക്ലാസ്സിൽ വിവരിക്കും. അഥവാ ഹജ്ജ് കർമ്മം ഇന്ന് തൊട്ട് 15-ാം ദിവസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് കർമ്മം അന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ 15-ാമത്തെ ദിവസം അത് പൂർത്തീകരിക്കും. അപ്പോൾ ഒന്നുകിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ്സോടുകൂടി ഇൻഷാ അല്ലാഹു തആല ഈ ക്ലാസ് നമ്മൾ പൂർത്തീകരിക്കും. ബേജാറാകാനൊന്നുമില്ല. കാരണം പോവുകയാണെങ്കിൽ തന്നെ മെയ് 29-നൊക്കെയാണ് പോവുക. ഒരു മാസത്തിലധികം ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ 2 ക്ലാസ് ആണെങ്കിലും ധാരാളം സമയം ഉണ്ട് എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ കർമ്മം നിർവഹിക്കാൻ നിയത്ത് ചെയ്ത എല്ലാവർക്കും ആ കർമ്മം നിർവഹിച്ച് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഒരു നവജാത ശിശുവിനെ പോലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗത്തിന്റെ അധികാരായി തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം പോകാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം വളരെ അനായാസമായി ഈ കർമ്മം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ തുടക്കത്തില് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുടെ അറിവിലേക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. ഹജ്ജിന് പോകാൻ 52,000 പേര് തയ്യാറായി. 10,000 പേർക്ക് ഇപ്പൊ അവസരം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് കിട്ടൂല എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. കിട്ടാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇനി കിട്ടിയില്ല എങ്കിലും ഒട്ടും അതിൽ വിഷമിക്കേണ്ട. നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ 1400ഓളം വരുന്ന സ്വഹാബികൾ ആരാണത്? അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട എല്ലാ സ്വഹാബികളുമുള്ള സംഘവുമായി ഉംറക്ക് പോയി. നമ്മളൊന്നും ഇപ്പോൾ പുറപ്പെട്ടിട്ടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചു. ദുൽഹുലൈഫയിൽ നിന്ന് പരിശുദ്ധ മക്കയുടെ വെളിപ്പാടകലെത്തി. ഉംറ നിർവഹിക്കാൻ സാധിച്ചില്ല. ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോരേണ്ടി വന്നതിനാൽ അതിന്റെ കഫാറത്തായിക്കൊണ്ട് ഹുദൈബിയയിൽ വെച്ച് ബലി നിർവഹിച്ച് തല മുണ്ടനം ചെയ്ത് തിരിച്ചു പോന്നു. പിറ്റേ വർഷമാണ് ആ ഉംറ അവർ നിർവഹിച്ചത്. ഹിജറ 7-ാം വർഷം. ഉംറത്തുൽ ഖളാ വീട്ടിയ ഉംറ എന്നാണ് അതിന്റെ പേര്. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ
സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ 1400 സ്വഹാബത്തും ഉംറ നിർവഹിക്കാൻ കഴിയാതെ ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ടതില്ല. ഈ വർഷം സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിയ്യത്ത് ചെയ്യുന്നു. അങ്ങനെ അടുത്ത വർഷം ഉംറ നിർവഹിക്കുന്നു. ഹജ്ജ്, പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഒരു ഡൗട്ട് ഉണ്ട് ഉസ്താദെ. ആഹാ. ഈ ചെറിയ തഹല്ലുലായിട്ട് 10-ന് ആ നമ്മള് അപ്പോ അതിന്റെ ഇഹ്റാമിന്റെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാൻ മാറ്റാൻ പറ്റുമോ? നമുക്ക് ആ മറ്റേ ഡ്രസ്സുകൾ തഹല്ലുലോട് കൂടി ഒരു കാര്യം മാത്രമേ പാടില്ലായുള്ളൂ, ബാക്കിയെല്ലാം പിന്നെ ഹലാലാവും. എന്താന്ന് വെച്ചാല് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ആ ഒരു സംഗതി ഒഴിച്ച് ബാക്കി എല്ലാറ്റിൽ നിന്നും തഹല്ലുലാവും. ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കേണ്ടതില്ല. തവാഫിന് പോകുമ്പോ അതൊരു പ്രശ്നമാവും അല്ലെ? ഇല്ല, തവാഫിന് പോകുമ്പോ ആ സമയത്ത് പ്രശ്നമില്ല. ആ സമയത്ത് നിന്നല്ല, ദുൽഹജ്ജ് അവസാനം വരെ ഇഹ്റാമിന്റെ വസ്ത്രമില്ലാതെ തവാഫ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് അനുവാദം നൽകിയെന്ന് വെച്ചാൽ ഹജ്ജിലെ നിർബന്ധമായ തവാഫുൽ ഇഫാദ നിർവഹിക്കുന്നത് തഹല്ലുലായ ശേഷം. അപ്പൊ അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ല ഹജ്ജിന്റെ നിർബന്ധ തവാഫ് നിർവഹിക്കാൻ വേണ്ടി ഹാജിമാര് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തവാഫുൽ ഇഫാദയാവട്ടെ ദുൽഹജ്ജ് അവസാനം വരെ നിർവഹിക്കാൻ അവസരവും ഉണ്ട്. അതുകൊണ്ട് ദുൽഹജ്ജ് അവസാനം വരെ ഇഹ്റാമിന്റെ വസ്ത്രമില്ലാതെ തവാഫ് ചെയ്യാം. അപ്പൊ ഹജ്ജിന് ശേഷം അവിടെ തങ്ങുന്നവർക്ക് ധാരാളം തവാഫ് ചെയ്യാൻ അവസരം ഉണ്ടാവും. കള്ളത്തരത്തിൽ തവാഫ് ചെയ്യണ്ട. ഇപ്പൊ ഉംറക്ക് പോകുന്നവർ കള്ളത്തരത്തിലാണ് തവാഫ് ചെയ്യുന്നത്. നമുക്കപ്പോ അത് കഴിഞ്ഞിട്ട് സഹിയും ചെയ്യണമല്ലോ അല്ലെ? ഇല്ല. ചെയ്യുമ്പോ സഹിയെ അതാർക്കാ ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാല്, ഈ പിന്നെ 3 രൂപത്തിലുള്ള ഹജ്ജ് ഉണ്ടല്ലോ. 1 തമത്തുഴ്, 2 ഖിറാൻ, 3 ഇഫ്രാദ്. അതിൽ നേരത്തെ സഅയ് ചെയ്തിട്ടില്ലാത്ത ഹാജിമാർക്കാണ് സഅയ് ചെയ്യേണ്ടി വരിക. ഉദാഹരണമായിട്ട് തമത്തുഴായിട്ട് പിന്നെ ഹജ്ജ് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഉംറയിൽ അവർ സഅയ് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഖിറാനായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചവര് അവര് പിന്നെ തവാഫും ചെയ്തിട്ടില്ല, സഅയും ചെയ്തിട്ടില്ല. അവർക്ക് ഹജ്ജിന്റെ തവാഫ് തന്നെയാണ് അവരുടെ ഉംറയുടെ തവാഫും. കാരണം രണ്ടിനും കൂടെ ഒരുമിച്ചാണ് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത്. അവർക്ക് സഅയ് ചെയ്യണം. ആ വിഷയം ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് വിശദീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഒരു കാര്യം ക്ലിയർ ആണ്. ഈ ഹജ്ജാജിമാരിൽ എല്ലാവരും തവാഫ് ചെയ്തിരിക്കണം. തവാഫുൽ ഇഫാദ ഹജ്ജിന്റെ നിർബന്ധങ്ങളിൽ പെട്ട ഒന്നാണ്. എന്നാൽ സഅയ് എല്ലാ ഹാജിമാർക്കും ഇല്ല എന്ന് ഇപ്പൊ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഇനി ആർക്കാണ് ആ സഅയ് ഇല്ലാത്തത് എന്ന് ഞാൻ ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് ഗ്രൂപ്പിലൂടെ വിശദീകരിക്കും. അതെ. അല്ല, പറയുമ്പോ നമ്മളെ ഇത് 3ഉം കമ്പൈൻ ചെയ്തുകൊണ്ട് പറയും. തമത്തുവിന്റെ പ്രത്യേകം പറയും. ഓക്കെ. ഇനി പിന്നെ ഈ ക്ലാസ് കേട്ടവരിലാർക്കെങ്കിലും അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞാൽ അവർക്ക് വിരമിക്കാം. നമ്മള് വേറൊരു പിന്നെ ഡിസ്കഷൻ നടത്താനുണ്ട്. ഇപ്പൊ കുവൈത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചവരോട്. ആർക്കും ചോദിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗ് ഒന്ന് ലീവ് ചെയ്യാവുന്നതാണ്.